ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് പ്രഷർ കുക്കർ. നമ്മൾ ഗ്യാസൊക്കെ എത്ര ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കുക്കറിൻ്റെ വിസിൽ ചീറ്റുമ്പോഴത്തേനും വെള്ളം പുറത്തോട്ട് വന്ന് ആകെ വൃത്തികേടാകാറുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുക്കറിനകത്ത് ഒരു സ്പൂൺ ഇട്ട് അടച്ച ശേഷം കുക്ക് ചെയ്യുവാണെങ്കിൽ ഈ വെള്ളം ചീറ്റിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ചില പൊടികളിൽ ജീരകം, ബസുമതി റൈസ് ഇങ്ങനെ തുടങ്ങിയതിലൊക്കെ ചില ടൈമിൽ പ്രാണികൾ കയറാറുണ്ട്. ഈ പ്രാണിശല്യം ഒഴിവാക്കാനായിട്ട് ആ പാത്രത്തിൽ 1-2 ഗ്രാമ്പു ഇട്ട് വെക്കുകയാണെങ്കിൽ പ്രാണികൾ കയറില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചീര, പാലക്ക് ഇങ്ങനെ തുടങ്ങിയ ഇലകൾ വാങ്ങിക്കുമ്പം നമ്മൾ പിറ്റേ ദിവസമാണ് കുക്ക് ചെയ്യുന്നത്, അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വാടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അതെല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ വേര് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യരുത്. വാഷ് ചെയ്യാതെ തന്നെ ഒരു കണ്ടെയ്നറിനകത്ത് അടച്ചിട്ട് ടിഷ്യൂ പേപ്പർ മുകളിൽ വെക്കുകയാണെങ്കിൽ വാടാതിരുന്നോളും കേട്ടോ. നമ്മുടെ വീട്ടിൽ കോപ്പർ പാത്രങ്ങൾ കാണാം, അത് വേഗം അഴുക്കാകും. അങ്ങനെ കോപ്പർ പാത്രങ്ങളോ ഗ്ലാസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടൊമാറ്റോ സോസ് എടുത്ത് അതിൽ തേച്ച് 1/2 മണിക്കൂർ വെക്കണം. എന്നിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ച് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് കളർ വെച്ച് പുത്തം പോലെ ഇരിക്കും കേട്ടോ. പിന്നീട് നമ്മൾ ഈ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ മുട്ടത്തോടിൻ്റെ ചെറിയ പീസുകൾ ഈ മുട്ടയ്ക്കകത്തോട്ട് വീഴും. നമ്മൾ കൈകൊണ്ടോ സ്പൂണ് കൊണ്ടോ എടുക്കാൻ ശ്രമിച്ചാലും അത് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ വിരലൊന്ന് നനച്ചിട്ട് അത് എടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ആ മുട്ടത്തോട് വിരളിൽ ഒട്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക വരട്ടുമ്പോഴത്തേനും ചിലവർക്ക് വെണ്ടയ്ക്ക ഇഷ്ടപ്പെടില്ല, കാരണം അതൊരു ഒന്നിച്ച് കൂടി ചേർന്ന് ഇഴുകിയിരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കും. അപ്പോൾ അത് മാറാനായിട്ട് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി അതിനകത്ത് മിക്സ് ചെയ്താൽ മതി. ടേസ്റ്റും കൂടും, അത് മാറിയും കിട്ടും കേട്ടോ. പിന്നെ തേങ്ങ വറക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം, തീയിലൊക്കെ വെക്കാൻ വേണ്ടി തേങ്ങ വറക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അത് പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടാൻ വേണ്ടി ചിരണ്ടിയ തേങ്ങ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അരയ്ക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. അതുപോലെ കറികളിൽ ഉപ്പ് കൂടിയാൽ ഒരു ചെറിയ സബോള എടുത്ത് അതിൽ 4ആയിട്ട് കഷ്ണിച്ചിട്ട് അതിനകത്ത് കറിക്കകത്തോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപ്പ് വേഗം സബോള വലിച്ചെടുത്തോളും. അപ്പം നമുക്ക് നോർമൽ ഉപ്പായി മാറും കേട്ടോ. അതുപോലെ നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പം എരിവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ അതിനകത്തോട്ട് ചേർത്താൽ മതി. അപ്പം എരിവ് നോർമലായിക്കോളും. പിന്നീട് നമുക്കുള്ളൊരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ച് കുപ്പിയിൽ സൂക്ഷിക്കുമ്പം അത് കനച്ചു പോകും, ചീത്തയായി പോകും, പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് 1-2 കുരുമുളക് നമ്മൾ വെളിച്ചെണ്ണ പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് കനച്ചു പോകില്ല കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിങ്ങനെ ഞെങ്ങിയിരിക്കും. അപ്പം നമുക്കത് പീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് അത് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടും, നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കും. അപ്പം നമുക്ക് പീൽ ചെയ്യാൻ നല്ല എളുപ്പം ഉണ്ടാകും. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് ദോശമാവ്. ഈ ദോശമാവ് ഒരു 2 ദിവസത്തിന് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോകും. അത്രയും പുളിയുള്ള നമുക്ക് ദോശ ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ്, കഴിക്കാൻ ഇഷ്ടപ്പെടില്ല ആർക്കും. അപ്പോൾ ഇങ്ങനെയുള്ളപ്പം ആ മാവിലോട്ട് നമ്മൾ ചൂടാക്കിയ പാല് ചേർക്കുകയാണെങ്കിൽ ആ ദോശമാവ് നല്ല ടേസ്റ്റുള്ള ദോശയായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ മീൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ മീൻ എപ്പോഴും വെക്കുമ്പോൾ മീൻ കഴുകി ക്ലീൻ ചെയ്ത ശേഷം ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം ഒഴിച്ച് മീനിൻ്റെ നെകൊക്കെ വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഫ്രീസറിൽ വെക്കുക. അല്ലെങ്കിൽ നമുക്ക് മീനിന് ഒരു രുചിയില്ലായിരിക്കും, പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഒരു ഉണക്കമീൻ്റെ കൂടി ചൊവയായി പോകും. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് മീൻ വെക്കുന്നതെങ്കിൽ നമുക്ക് നല്ല പുതിയ മീൻ പോലെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുക്കാണ്. ആ പാത്രം കഴുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പം നമ്മുടെ വീട്ടിലൊരു 4 പേരാണ് ഉള്ളതെങ്കിൽ നമ്മളൊരു 5 പ്ലേറ്റും 5 ഗ്ലാസും ഉപയോഗിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇത് തന്നെ വാഷ് ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ കൂടുതൽ പ്ലേറ്റുകളും കൂടുതൽ ഗ്ലാസ്സുകളും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നമുക്ക് മടിയായിരിക്കും, അന്നേരം കഴുകാൻ മടിയാണെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ്സുകളും പ്ലേറ്റുകളും തീരുന്നോളം വരെ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പാത്രം സിങ്കിൽ നിറയും. അപ്പം നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ പാത്രങ്ങൾ കുറച്ച് ഉപയോഗിക്കാം. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പായിട്ട് അടുക്കള ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ.